ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗ സീരിയലിലെ നാളത്തെ നല്ലൊരു കഥ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ കല്യാണി താരേനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. താരാൻറ്റിക്ക് എന്തോ വലിയ വിഷമമുണ്ട്, അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. താരാൻറ്റി ആ വിഷമം എന്താണെന്ന് തുറന്നു പറഞ്ഞാലേ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. താരാൻറ്റി എന്താ കാര്യം വെച്ച് തുറന്നു പറ എന്ന് പറയുമ്പോൾ താര ഒന്നുമില്ലെന്ന് പറയാണ്. കുടിക്കാൻ ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് എടുത്തിട്ട് വരുന്നിട്ട് കല്യാണിക്ക് കൊടുക്കുന്നുണ്ട്. കല്യാണി ആ ജ്യൂസ് കുടിക്കുമ്പോൾ താര വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് അത് നോക്കിക്കാണുന്നത്. കാരണം ആ ജ്യൂസിൽ വിഷമാണെന്ന രീതിയിലാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ആ ജ്യൂസിൽ വിഷമൊന്നുമില്ല കേട്ടോ. അത് ഫുള്ളും കുടിച്ചു കഴിഞ്ഞ കല്യാണി താരടുത്ത് ചോദിക്കേണ്ടത്, താരാൻറ്റി സത്യം പറ താരാൻറ്റി, എന്താ താരാൻറ്റിയുടെ പ്രശ്നം? താരാൻറ്റിക്ക് രാഹുലങ്കളും മരിച്ചു പോയതിൻ്റെ എന്തെങ്കിലും വിഷമമാണോ? അല്ല അയാൾ മരിക്കേണ്ടവനാണ് എന്ന് താര പറയാണ്. പിന്നെ ആൻറ്റിക്ക് എന്താ പ്രശ്നം? സരയു പറഞ്ഞു അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ അമ്മക്കൊന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു, അതാണ് ചോദിച്ചത്. അല്ല വേറെ എന്തെങ്കിലും വിഷമമുണ്ടോ? സരയു വേറെ ഏതെങ്കിലും തരത്തിൽ ആര്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ? അവൾക്ക് മാനസിക നിലയൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ഞങ്ങളുടെ അടുത്ത് അവൾ ഓക്കെയാണ്. ഇനി അറിയില്ലല്ലോ, വീട്ടിൽ വരുമ്പോൾ ആൻറ്റി അടുത്ത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് പറയാം ആൻറ്റി, തുറന്ന് പറഞ്ഞാലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ അടുത്തുള്ള ശത്രുക്കളെല്ലാം നീങ്ങിപ്പോയി, ഇനിയിപ്പോൾ ഒരു ശത്രുവില്ല. എൻ്റെ അനിയനെന്ന് പറഞ്ഞവനും രാഹുലങ്കളും പിന്നെ സ്റ്റെഫിയും ഗംഗപ്രസാദും അവരുടെ ഗുണ്ടകളും എല്ലാം ചത്തുടങ്ങി. പക്ഷേ ഏതോ ഒരു ശത്രു ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ആൻറ്റി എന്തിനെങ്ങനെ ഭയപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കണം. അതോ സരയുവിൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയോണ്ടുള്ള വിഷമത്തിലാണോ? താരാൻറ്റിക്ക് എന്താ മനോഹറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? മനോഹർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സരയു അവൻ്റെ കൂടെ ജീവിക്കുന്ന പേടിയാണോ, ടെൻഷനാണോ? ആൻറ്റിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നിർബന്ധിക്കില്ല സരയു മനോഹർ ഒന്നിക്കാനായിട്ട്. സരയുവിന് വേറെ ഏതെങ്കിലും ബന്ധം നമുക്ക് നോക്കാം, എന്താ ഓക്കെ ആണോ? അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താരാൻറ്റി ചിരിക്ക് എന്ന് പറയണം. അപ്പോഴും താര ഒന്നും വിഷമത്തോടെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് താരയ്ക്ക് ഒരു തല കറക്കവും ഒരു ഭയങ്കര ഛർദി വൊമിറ്റിംഗ് പോലെ. അപ്പോൾ തന്നെ കല്യാണി ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ താര അവിടെ നിലത്തേക്ക് വീണ് കഴിഞ്ഞായിരുന്നു കേട്ടോ. കല്യാണി അപ്പം തന്നെ കിരണിനെ വിളിക്കണം. കിരണിട്ട് എത്രയും പെട്ടെന്ന് താരാൻറ്റിയുടെ വീട്ടിലേക്ക് വന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. കിരൺ പെട്ടെന്ന് ഇറങ്ങി ഓടുവാണ്. അപ്പം തന്നെ സരയു വിചാരിക്കണം എന്താണ്, ഓ കല്യാണിക്ക് വിഷം കൊടുത്തു, കല്യാണിക്ക് എന്തോ സംഭവിച്ചു, അതാണ് അവനെടുത്ത് ഓടണമെന്നാണ് സരയു വിചാരിക്കണത്. സരയു മനസ്സിൽ വിചാരിക്കുകയാണ്, പക്ഷേ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞാണല്ലോ അവൾക്ക് വിഷം കൊടുത്തു കഴിയുമ്പോൾ മെസ്സേജ് അയക്കണമെന്ന്. അമ്മ ഇതുവരെ മെസ്സേജ് അയച്ചില്ല. എന്തായാലും എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ്റെ ഓട്ടം കണ്ടാൽ അറിയാം മരണം അത് സംഭവിച്ചു. ഓ ഇന്ന് ആഘോഷിക്കണം, ഇന്ന് തിമിർക്കണം, വീട്ടിൽ പോയിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇടണം. ഇനിയിപ്പോൾ മരണമൊക്കെ ആകുമ്പോഴേക്കും അവിടെ പോയി കരയുമ്പോഴേക്കും മേക്കപ്പ് ഒഴിച്ചു പോകരുതല്ലോ, അവൻ എന്നെ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നണം എന്നൊക്കെ പറഞ്ഞിട്ട് സരയു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കിരൺ നേരെ പോകുന്നു. അപ്പോൾ രതീഷും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ കിരണും രതീഷും പോകുമ്പോഴേക്കും താരേനെ കൂട്ടിക്കൊണ്ട് കല്യാണി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു, ആംബുലൻസ് വിളിച്ചിട്ട്. അവരങ്ങനെ നേരെ ആംബുലൻസ് ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. അപ്പോൾ താരക്ക് അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ആംബുലൻസിന് പുറത്തിറക്കി ഹോസ്പിറ്റലിൽ ICUയിൽ കയറ്റിയാണ് താരേനെ. അപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണി പുറത്തിരുന്ന് കരയുന്നുണ്ട്. കിരണും രതീഷും അടുത്തേക്ക് പോയിട്ട് എന്താ കല്യാണി, എന്താ ശരിക്കും സംഭവിച്ചത്, നീ ഒന്ന് തെളിച്ച് പറ എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട, ഞാൻ താരാൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താരാൻറ്റി ജ്യൂസ് തരാമെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് എടുക്കാൻ പോയി ജ്യൂസ് തന്നു. ഞാൻ ആ ജ്യൂസ് കുടിച്ചപ്പോൾ താരാൻ്റെ അടുത്ത് ഓരോന്നൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. എന്താ താരാൻറ്റി വിഷമിക്കുന്നത്, താരാൻറ്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഓരോന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കെ താരാൻറ്റി പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. പിന്നെ അവിടെ തളർന്ന് വീണ് മരിക്കായിരുന്നു. ഇങ്ങനെ മരിച്ച പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു. എന്തൊക്കെ എന്തോ താരാൻറ്റിക്ക് അനക്കമൊന്നുമില്ല. ഞാൻ പൾസ് ഉണ്ടോ എന്നൊക്കെ വണ്ടിയിൽ നോക്കിയപ്പോൾ പൾസൊന്നും കിട്ടുന്നില്ല. കിരണേട്ടാ എനിക്കെന്തോ പേടിയാവുന്നുണ്ട്, താരാൻറ്റിക്ക് എന്തോ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഡോക്ടർ പുറത്തേക്ക് വരുവാണ്. കിരണിനോടും കല്യാണിടുത്തും രതീഷിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആരാ അവരും ചോദിക്കുമ്പോഴേക്കും ഞങ്ങളുടെ ആൻറ്റിയാണെന്ന് പറയാണ്. സോറി ആൻറ്റി ഇനിയില്ല, ആൻറ്റി ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കും മരിച്ചു പോയായിരുന്നു എന്ന് പറയണം. അതായത് അപ്പോൾ ഞങ്ങളിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുവാണ്. അപ്പോൾ മക്കളോ ഭർത്താവോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ കൈപ്പറ്റി എന്താ വെച്ചാൽ സൈൻ ചെയ്തിട്ട് പോകണമെന്ന് പറയാണ്. അപ്പോഴേക്കും കല്യാണി പൊട്ടിക്കരയാട്ടോ. യേശു ഇതെന്താ സംഭവിച്ചത് ആൻറ്റി, ഇനിയിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും കുഴഞ്ഞ് വീണ് മരിച്ചതാണെന്ന് അവർ വിചാരിക്കണം കേട്ടോ. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, ഇനി സരയുവിന് വിവരം അറിയിക്കണ്ടേ, ഞാൻ എങ്ങനെ അറിയിക്കും, അവൾക്ക് അവളുടെ അമ്മേനെ കേട്ട് അധികം നാളായിട്ടില്ല, അപ്പോഴേക്കും അമ്മ പോയി എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് എങ്ങനെ സഹിക്കും, പറഞ്ഞല്ലേ പറ്റൂ. ഒരു കാര്യം ചന്ദ്രസേനങ്ങളെ വിളിച്ച് പറയാമെന്ന് പറയാണ്. അങ്ങനെ കിരൺ ചന്ദ്രസേനെ വിളിക്കുന്നുണ്ട്. ചന്ദ്രസേനെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ താരാൻറ്റി ഇങ്ങനെ പോയി അച്ഛനെ ഹോസ്പിറ്റലിൽ വരണമെന്ന് പറയാണ്. അതേസമയം നമ്മുടെ കാദംബരിയും അതുപോലെ തന്നെ കാർത്തിയും കൂടി പോലീസ് സ്റ്റേഷൻ ജയിലിലേക്ക് പോകുന്നുണ്ട് പ്രകാശിനെ കണ്ട് ഈ മരണം അറിയിക്കാനായിട്ട്. അപ്പോൾ പിന്നെ മനോഹറിന് ചിലപ്പോൾ പുറത്തിറങ്ങാൻ പറ്റും, മനോഹറിൻ്റെ അമ്മായിയമ്മയാണല്ലോ. അപ്പോൾ അങ്ങനെ ജയിലിൽ പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ താരാൻറ്റി മരിച്ചു എന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകാശിനും അതുപോലെ തന്നെ മനോഹറിനും ഒന്ന് വിട്ട്, അത് മരണമല്ലേ അപ്പോൾ കണ്ടിട്ട് വരാനായിട്ട് ഒരു അനുമതി കൊടുക്കണമെന്ന് പറയാനും കൂടിയിട്ടാണ് കാർത്തികയും കാദംബരി വരുന്നത് കേട്ടോ. അങ്ങനെ പോലീസ് നമ്മുടെ പ്രകാശിനോടും മനോഹറിനോടും പറഞ്ഞിട്ട്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ പോലീസുകാരുണ്ട്, അവരുടെ കൂടെ നിങ്ങളൊന്ന് വീട്ടിലേക്ക് പോയിട്ട് വരണമെന്ന് പറയാണ്. അതെന്താ സാർ, ആർക്കെങ്കിലും അപകടം പറ്റി
പറ്റുമോ എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ അതെ ഇവൻ്റെ അമ്മായിമ്മ ഉണ്ടല്ലോ അവരെയും മരിച്ചു പോയെന്ന് പറയണേ. ഷാരി ആൻറ്റിയോ അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞതാണല്ലോ. നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മായിമ്മയല്ല ഒറിജിനൽ അമ്മായിമ്മ മരിച്ചു പോയെന്ന് പറയാണ്. ആര് താരാൻറ്റിയോ എന്ന് മനോഹർ ചോദിക്കുമ്പോൾ അതെ താരാൻറ്റി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് മരണം കണ്ടിട്ട് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ പ്രകാശം മനോഹറിന് ചോദിക്കണടാ താരക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തയാണല്ലോ നല്ലൊരു സ്ത്രീയാണ് അവരിങ്ങനെ മരിച്ചു അറിയില്ല എനിക്ക് എന്തൊക്കെയോ സംശയം പോലെ തോന്നുക എന്ന് പ്രകാശം പറയാണ്. അപ്പോൾ മനോഹർ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? അല്ല ഷാരി എന്ന് പറഞ്ഞ അവരുടെ വളർത്തമ്മ കുത്തുകൊണ്ട് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ താര മരിച്ചു ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തെങ്കിലും ഉണ്ടാവൂടെ മനോഹറെ എന്ന് ചോദിക്കുകയാണ് പ്രകാശ്. എനിക്കറിയില്ല അങ്ങളെ നമുക്ക് എന്നാലും ഡ്രസ്സ് മാറിയിട്ട് പോയിട്ട് വരാം എന്ന് പറയണം. അങ്ങനെ പ്രകാശിന് മനോഹറും പുറത്തേക്ക് ഇറങ്ങേണ്ട ഈ ഒരു മരണം അറിഞ്ഞിട്ട് അവിടെ വരെ പോകണമല്ലോ അതിന് വേണ്ടി പുറത്തേക്ക് ഇങ്ങനെ പോകുക പോലീസുകാരുടെ കൂടെ മരണത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ കുഴഞ്ഞു വീട് മരിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലായിടത്തും പറഞ്ഞേക്കുന്നത്. അപ്പോൾ സരയുവിനോട് മരണ വിവരം പറയുന്നുണ്ട്. അപ്പോൾ സരയുക്ക് അപ്പോഴും മനസ്സിലാവണില്ല അമ്മ ഈ വിഷം കുടിച്ചതൊന്നും സരയുവിന് അറിയില്ല. സരയും വിചാരിക്കുന്നത് ചിലപ്പോൾ താൻ ഒരുപാട് പ്രഷർ കൊടുത്തല്ലോ അപ്പോൾ അതിൻ്റെ വിഷമം താങ്ങാനാവാതെ ആയിരിക്കും തൻ്റെ അമ്മ കുഴഞ്ഞു വീണ് മരിച്ചതെന്നാണ് സരയു പോലും വിചാരിക്കുന്നത്. അങ്ങനെ താരയുടെ മരണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ അവരിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ തന്നെയാണ് കേട്ടോ എല്ലാം നടക്കണത്. അങ്ങനെ കല്യാണിയും എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. സരിയും ഭയങ്കര പൊട്ടിക്കരയുന്നുണ്ട്. മനോഹറും പ്രകാശനൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട് മരണം കാണാനായിട്ട്. അങ്ങനെ താര മരിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ പോലീസുകാർ കിരണിനെ CA വിളിപ്പിക്കുകയാണ്. എന്നിട്ടാണ് CA ഞെട്ടിക്കുന്ന കാര്യം കിരണിനോട് പറയണത്. ഇത് കുഴഞ്ഞു വീണ് മരിച്ചതെന്നല്ല ആത്മഹത്യ ചെയ്തതാണ്. മരണം വിഷം കലർത്തിയ എന്തോ സംഭവം കുടിച്ചിട്ടാണ് മരണം സംഭവിച്ചേക്കണമെന്ന് പറയണം. അപ്പോൾ ഞങ്ങൾക്ക് അവിടേക്ക് ഒന്ന് അന്വേഷിക്കണം എന്നാൽ ആത്മഹത്യയാണോ ആരെങ്കിലും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചാണോന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഇത് കേസാവാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് അവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് അന്വേഷിക്കണമെന്ന് പോലീസുകാർ തന്നെ പറയുന്നുണ്ട്. താരയാണെങ്കിൽ ഓൾറെഡി ഒരു മരണക്കുറിപ്പും എഴുതിയിട്ടുണ്ടല്ലോ അതെന്താണ് അതിൽ എഴുതിയെന്ന് അറിയില്ല. അന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് വലിയൊരു ലെറ്ററായിട്ടാണ് നമ്മുടെ താര എഴുതിയിരിക്കുന്നത്. അതിലെന്താ എഴുതിയെന്ന് അറിയില്ലെങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ് തനിക്ക് ഈ ജീവിതം മടുത്തു ഇങ്ങനെ ഒരേ ദിവസം നീറി ചാവാൻ വേണ്ടി വയ്യ അതുകൊണ്ട് താൻ ഇങ്ങനെ പോകുകയാണ്. തൻ്റെ മോളെയും കൊച്ചുമകളെയൊക്കെ നോക്കണം കല്യാണി നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മരണം നിൻ്റെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട് കല്യാണി മോളെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലും അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ലെറ്റർ കണ്ടെടുത്താണ്. അപ്പോഴും ഇതിൻ്റെ പുറകെ സരയുവാണെന്ന് മനസ്സിലാവണില്ല. പിന്നെ അല്ല ആള് ഈ വിഷം എവിടെ നിന്ന് മേടിച്ചു എവിടെ നിന്ന് കിട്ടി അവർക്ക് എങ്ങനെയാണ് കിട്ടിയത് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അതേസമയം അതൊക്കെ അന്വേഷിക്കുമ്പോഴേക്കും നമ്മുടെ കിരണും രതീഷും ഒക്കെ ആണെങ്കിൽ പയസിനെ അന്വേഷിച്ചും പോകുന്നുണ്ട്. അങ്ങനെ പയസിനെ കണ്ടെത്തി പയസ് സത്യം പറയണ സമയവും നമ്മുടെ താര മരിക്കാനുണ്ടായ കാരണമൊക്കെ ഒരുമിച്ചായിരിക്കും കണ്ടുപിടിക്കുന്നുണ്ടാവുക. അങ്ങനെയായിരിക്കും നമ്മുടെ സരയു കുടുങ്ങാൻ പോകുന്നത്. അതെ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ താരക്ക് ആ ഒരു വലിയ ഇന്ന് എഴുതിക്കുന്ന മരണക്കുറിപ്പ് ഉണ്ടല്ലോ അത് കഴിയുമ്പോഴേക്കും താര നാളെയാണ് മരിക്കുന്നത്. താര വിഷം കലർത്തിയ ജ്യൂസ് അല്ല കല്യാണിക്ക് കൊടുത്തേക്കുന്നത്. വിഷം കലക്കിയ ജ്യൂസ് ഓൾറെഡി താര കുടിച്ച് കഴിഞ്ഞിട്ടാണ് വേറൊരു ഫ്രഷ് ജ്യൂസാണ് കല്യാണിക്ക് കൊടുത്തത്. അതുകൊണ്ട് കല്യാണിക്കൊന്നും സംഭവിക്കുന്നില്ല താരയാണ് മരിക്കുന്നത് കേട്ടോ. എന്താണ് സരയു കാരണം ഒരുപാട് പേര് മരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സരയുവിൻ്റെ മരണം ഭയങ്കര സംഭവം തന്നെയായിരിക്കും കാണിക്കുന്നുണ്ടാവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.